ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 14ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ സ്വാഗതം. ഞാനൊരു ഇടവപ്പള്ളിയിലായിരിക്കുമ്പോൾ ആ ഇടവകയിൽ ആത്മീയ കാര്യങ്ങളൊക്കെ എല്ലാം നല്ല താല്പര്യമായിട്ട് വന്ന് സഹകരിച്ചിരുന്ന ഒരു കുടുംബിനി, പ്രായം കുറഞ്ഞ ഒരു കുടുംബിനി, അവൾ ആ ഇടവകയിലെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വന്നതാണ്. ഒരു ദിവസം അവളുടെ അപ്പനെ കൂട്ടിക്കൊണ്ട് വന്നു. അവളുടെ അപ്പന് മോളെ അന്വേഷിക്കാൻ വേണ്ടി വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഇടവകയിൽ ഞാൻ ധ്യാനങ്ങൾ നടത്തുന്നുണ്ട്, പ്രാർത്ഥന കൂട്ടായ്മകളുണ്ട്, ആഴ്ച ഒരു ദിവസം ഏകദിന ശുശ്രൂഷണത്തിലെല്ലാം നന്നായിട്ട് സംബന്ധിച്ച് എൻ്റെ കരുത്തോടെ നീങ്ങുന്ന ഒരു പെൺകുട്ടിയാണ്, ഒരു യുവതിയാണ് ഇവളും. അപ്പോൾ അവളുടെ അപ്പന് വല്ലാണ്ട് കുടിക്കുന്ന ആളാണ്. അപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അപ്പനെ കൂട്ടിക്കൊണ്ട് പള്ളിക്കലോട്ട് വന്ന ഇടസമയത്ത് ഇങ്ങനെ പള്ളിമുറിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ പള്ളിമുറി കൊണ്ടുവന്നിട്ട് എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തിയത് എൻ്റെ അപ്പച്ചനാണ്. വേണ്ടി പറഞ്ഞൊക്കെ ഇതിന് പോകാൻ നേരത്ത് പെരിയറായപ്പോൾ അവൾ അച്ഛാ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നൊരു കാര്യത്തിനായിട്ടാണ്. അപ്പച്ചന് നല്ലപോലെ കുടിക്കുക വെച്ചാ, പക്ഷെ അതിനകത്ത് വിടുതൽ കിട്ടുന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അപ്പച്ചനെ കൂട്ടിക്കൊണ്ട് വന്നതാണ്, അച്ഛന് ഒന്ന് പ്രാർത്ഥിക്കാമോ? അപ്പോൾ ഞാൻ പള്ളിയുടെ വരാതെ നിൽക്കുകയാണ്. പക്ഷെ എന്തോ എനിക്ക് നല്ലൊരു ആത്മീയ കരുത്ത് അഭിഷേകം ഉള്ളിൽ അനുഭവപ്പെട്ടു. ലിസ്ത്രായിലും പൗലോസും സീലാസും ചെല്ലുമ്പോൾ ഇങ്ങനെ അഭിഷേകം അനുഭവപ്പെട്ടു. മുടന്തനോട് എണീറ്റ് നടക്കാമെന്ന് പറഞ്ഞ പോലെ രോഗശാന്തിക്കുള്ള ശക്തി അവന് പ്രകടമായിട്ട് കണ്ടു. അത് ഈശോയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ എന്തോ എനിക്ക് നല്ലൊരു അഭിഷേകം തോന്നി. ഞാൻ അവനെ മുട്ടുകുത്താൻ പറഞ്ഞു. അപ്പോൾ പള്ളിയുടെ വരാതെ തന്നെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെയാണ് മുട്ടുകുത്തി നിന്ന മനുഷ്യൻ ഇവിടെ അവിടെ നിന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ മേലെ കൈവച്ച് ഇങ്ങനെ അല്പം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഈശോയുടെ നാമത്തിൽ സിമ്പിളായിട്ട് മദ്യപാനത്തിൻ്റെ പൈശാചിക അരീബയെ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ശക്തമാണെങ്കിൽ പ്രാർത്ഥിച്ചു, ഉള്ളറിഞ്ഞങ്ങ് പ്രാർത്ഥിച്ചു. സാധാരണ അങ്ങനെ ചെയ്യാൻ കിട്ടാറുള്ള ഉള്ളതല്ല, ഇങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം അല്ലാതെ. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പക്ഷെ നല്ല സ്വീകരിച്ചത് മുട്ടുകുത്തി നിന്നുകൊണ്ട് എണീറ്റ് സ്തുതി ചൊല്ലി പോയി. ഞങ്ങളുടെ സഹോദരങ്ങളെ, അത് കഴിഞ്ഞ് മാറിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ തലയ്ക്ക് ഇങ്ങനെ മത്ത് പിടിച്ചതായിട്ട് അനുഭവപ്പെടുകയാണ്. ശരിക്കും മദ്യപിച്ച് നടക്കുന്ന ഒരു വ്യക്തിയുടെ പൂസായിരിക്കുന്ന അവസ്ഥ എന്താ ഞാൻ അനുഭവിക്കുകയാണ്. തലയ്ക്ക് മത്ത് പിടിച്ചു. എനിക്ക് ഇങ്ങനെ ഏതാണ്ട് പോലെ വന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, പെരുമാറാൻ പറ്റുന്നില്ല. ഞാൻ പയ്യെ പള്ളിമുറിക്ക് അകത്തോട്ട് കയറി എൻ്റെ കട്ടിലെ ചെന്ന് വീണ് കിടന്നു. 2 മണിക്കൂറോളം സമയം ഞാൻ അങ്ങനെ കിടന്ന കിടപ്പയിൽ കട്ടിലേക്ക് കിടന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്കത് ഒരു എണീക്കാനൊരു പരിശ്രമബോധം ഉണ്ടായത്. ഞാൻ അവിടുത്തെ എന്ത് സംഭവിച്ച് ഞാൻ ചെറിയ ആവേശത്തിന് ഒരുക്കമില്ലാതെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ചിന്തിച്ചു പോയി. പക്ഷേ എന്തോ അത് കഴിഞ്ഞ് പിന്നെ ആ സഹോദരി വന്ന് അടുത്ത ദിവസങ്ങൾ പറഞ്ഞ അച്ഛാ, അപ്പച്ചൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ടും മാറി, അപ്പച്ചന് മദ്യപിക്കണമേ എന്നേ ഇല്ല, ആ ഒരു ബന്ധനത്തിനകത്ത് അഴിഞ്ഞു കിട്ടി. ഇങ്ങനത്തെ ഒരു അനുഭവം, ഇത് എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിങ്ങനെ അനുഭവം വരുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഇതൊരു ഒറ്റപ്പെട്ട അനുഭവമല്ല, എൻ്റേത് മാത്രമല്ല. ഫൗസ്റ്റീനയുടെ ഡയറി ഞാൻ വായിച്ചു വന്നപ്പോൾ ഡയറിയിൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം വായിച്ചത് ഓർമ്മിക്കുകയാണ്. അത് 192ാമത്തെ ഖണ്ഡികയിലാണ്. ഒരിക്കലും വാർസോ ഭവനത്തിൽ ഞങ്ങളുടെ കുട്ടികളിൽ ഒരാൾക്ക് അനുഭവപ്പെട്ടിരുന്ന ഭയങ്കര പ്രലോഭനത്തെ ഞാൻ സ്വയം ഏറ്റെടുത്തു. ആത്മഹത്യ ചെയ്യാനുള്ള പ്രലോഭനമായിരുന്നു അത്. 7 ദിവസം ഞാൻ സഹിച്ചു. അത് കഴിഞ്ഞ് ഈശോ അവൾക്ക് ആവശ്യമായ കൃപ നൽകി അനുഗ്രഹിച്ചു. എൻ്റെ സഹനം അതോടെ അവസാനിച്ചു. അത് വലിയ സഹനമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം അവിടുത്തെ ബോർഡിംഗ് ഹൗസിലുള്ള ഒരു കുട്ടിക്ക് ആത്മഹത്യാ പ്രവണത, അത് ഫൗസ്റ്റീന വിശുദ്ധ ഏറ്റെടുത്ത് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ഈശോയിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ പീഡ ഫൗസ്റ്റീനയ്ക്ക് അനുഭവപ്പെടുക. 7 ദിവസം ആത്മഹത്യയുള്ള ചിന്ത വരികയാണ്. പക്ഷെ ഫൗസ്റ്റീന വിശുദ്ധ ആയതുകൊണ്ട് അതിനകത്ത് അങ്ങനെ വഴിപ്പെട്ട് പോവുകയാണ്, ആ പീഡ വരികയാണ്. പിന്നീട് ഫൗസ്റ്റീന പറയുകയാണ്, ഞങ്ങളുടെ കുട്ടികളുടെ പീഡകൾ പലപ്പോഴും ഞാൻ ഏറ്റെടുത്തിരുന്നു. ഈശോയും അതുപോലെ എൻ്റെ കുമ്പസാരക്കാരനും അങ്ങനെ ചെയ്യാൻ എന്നെ അനുവദിച്ചിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഫൗസ്റ്റീന പങ്കുവെക്കുന്ന മറ്റൊരു സംഭവം 41ാമത്തെ നമ്പർ ഖണ്ഡികയിലുണ്ട്. ഒരവസരത്തിൽ ഒരു ദൈവദാസൻ മാരകപാപം ചെയ്യുവാനുള്ള അവസ്ഥയിലാണ് ഞാൻ മനസ്സിലാക്കി. ദൈവം ആഗ്രഹിക്കുന്ന നരകത്തിൻ്റെ എല്ലാ പീഡനങ്ങളും എല്ലാ സഹനങ്ങളും എന്നിലേക്ക് അയച്ച് ആ വൈദികനെ പാപസാഹചര്യത്തിൽ നിന്ന് ഒഴിവാക്കി വിടുതൽ നൽകാൻ കനിയണമേ എന്ന് ഞാൻ അവിടത്തോട് യാചിച്ചു. ഈശോ എൻ്റെ പ്രാർത്ഥന കേട്ടു. ആ നിമിഷം തന്നെ എൻ്റെ തലയിൽ ഒരു മുൾക്കിരീടം എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ തലച്ചോറ് വരെ അതിൻ്റെ മുള്ളുകൾ ആഴ്ന്നിറങ്ങി. 3 മണിക്കൂർ സമയം ഇത് നീണ്ടു നിന്നു. ആ പാപത്തിൽ നിന്ന് ദേവദാസന് വിടുതൽ ലഭിച്ചു. ദൈവത്തിന് പ്രത്യേക കൃപയാൽ ആത്മാവിന് ശക്തി പ്രാപിച്ചെന്ന് പറഞ്ഞിരിക്കുകയാണ്.
അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഭവിഷ്യനെ പങ്കുവെക്കുമ്പോൾ ഈശോയിലേക്ക് നോക്കുമ്പോഴും ഈശോയുടെ കുരിശുമരണത്തിൻ്റെ സഹനങ്ങളുടെ വിശദാംശങ്ങൾ, ഒന്ന് ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട അനുഭവം, എൻ്റെ ദൈവമേ തുടർന്ന് ഉപേക്ഷിച്ചു എന്ന് വിലപിക്കുകയാണ് ഈശോ. അതേക്കുറിച്ച് പിതാക്കന്മാരെ വ്യാഖ്യാനിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്ന് പാപത്തിൻ്റെ നിസ്സഹായതയിൽ ശൂന്യതയിൽ കഴിയുന്ന ഒരു മനുഷ്യാത്മാവിൻ്റെ ഭീകരമായ അവസ്ഥ, ആ ഒരു സഹനവും കൂടി ഈശോ ഏറ്റെടുക്കുകയാണ് അങ്ങനെയുള്ളവരെ കൂടി രക്ഷിക്കാനായിട്ട് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം പറയുന്നത്. അവിടെ ഈശോ ഇങ്ങനെ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു അവസ്ഥ അനുഭവിച്ചുകൊണ്ട് നീങ്ങാൻ ഇട വന്നത് എന്നാണ്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മൾ പ്രാർത്ഥനയൊക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വിടുതലിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സഹനത്തിൻ്റെ ഒരു അനുഭവം കൂടെ ഏറ്റെടുക്കാനായിട്ട് നമ്മൾ മനസ്സാകേണ്ടതായിട്ടുണ്ട്. പേടിക്കണ്ട, അത് നമ്മളെ തകർത്ത് കളയുകയല്ല, പക്ഷെ നമുക്കത് വലിയ ഒരു ആത്മീയ കൃപ നേടിക്കൊടുക്കാനുള്ള അവസരമായിട്ട് മാറും. വിക്കേരിയസ് സഫറിങ് എന്ന് പറയുമല്ലോ, പകരമായിട്ടുള്ള സഹനം ഏറ്റെടുക്കലാണ്. ഈശോയുടെ കുരിശുമരണം മുഴുവനും വിക്കേരിയസ് സഫറിങ് ആയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ സാന്നിധ്യം മധ്യസ്ഥം കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.